നമസ്കാരം. നിങ്ങളൊരു സ്വന്തം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണോ? എങ്കിൽ ഈ വിശദീകരണം നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു കിടിലൻ ഇ-കൊമേഴ്സ് അവസരത്തെക്കുറിച്ചാണ്. അതെ, GST പോലും ഇല്ലാതെ മീഷോയിൽ എങ്ങനെ നിങ്ങളുടെ സ്വന്തം പ്രോഡക്ട്സ് വിൽക്കാമെന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ആദ്യം തന്നെ നമുക്ക് ഈ വലിയൊരു നമ്പറിൽ നിന്ന് തുടങ്ങാം. 14 കോടി. ഇതൊരു ചെറിയ നമ്പറല്ലാട്ടോ. മീഷോയിൽ സജീവമായ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ എണ്ണമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ 14 കോടിയിലധികം ആളുകളാണ് അവിടെ കാത്തിരിക്കുന്നത്. അത്രയും വലിയൊരു മാർക്കറ്റാണ് നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ളത്. ഈ കണക്കുകൾ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആശ്ചര്യം തോന്നും. വർഷാവർഷം 130% വളർച്ചയാണ് മീഷോ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 2022 മാത്രം 90 കോടിയിലധികം ഓർഡറുകളാണ് അവരിലൂടെ പോയത്. ഇത്രയും സ്പീഡിൽ വളരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയാൽ എത്രത്തോളം ലാഭമുണ്ടാക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. മീഷോയിലെ ബിസിനസ് സാധ്യതകൾ, അവിടെ എന്തൊക്കെയാണ് വിൽക്കേണ്ടത്, അക്കൗണ്ട് തുടങ്ങുന്ന വിധം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം GST ഇല്ലാത്ത രജിസ്ട്രേഷനും അതിന്റെ നിയമങ്ങളും. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മീഷോയിലെ ബിസിനസ് അവസരങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നേട്ടമെന്താണെന്നും നമുക്ക് നോക്കാം. ഇതാണ് ശരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് 10 മുതൽ 20% വരെ കമ്മീഷനായി എടുക്കുമ്പോൾ മീഷോ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് കൃത്യം 0% കമ്മീഷനാണ്. അതെ, യാതൊരുവിധ കമ്മീഷനും അവർക്കില്ല. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റു പ്ലാറ്റ്ഫോമുകളെക്കാൾ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ സെയിൽസ് നടക്കും. അതിൽ നിന്നുള്ള ലാഭം മുഴുവനായും നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാം, മീഷോയിൽ ശരിക്കും എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് വിൽക്കേണ്ടതെന്ന്, അല്ലേ? അവിടെയാണ് നമ്മൾ മീഷോയുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഭൂരിഭാഗം ആളുകളും ടയർ 3, ടയർ 4 നഗരങ്ങളിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വില കൂടിയ വളരെ അഡ്വാൻസ്ഡായ സാധനങ്ങളല്ല അവിടെ ചിലവാകുന്നത്. അതുകൊണ്ട് ദിവസേന ഉപയോഗിക്കുന്ന, എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ബുദ്ധി. അതേതൊക്കെയാണെന്ന് നോക്കാം. ഫാഷൻ കാറ്റഗറിയിൽ സാരികൾ, കുർത്തികൾ, സ്പോർട്സ് വെയറുകൾ. ഹോം ആൻഡ് കിച്ചൺ വിഭാഗത്തിൽ ബെഡ്ഷീറ്റുകൾ, സ്ഥിരം ഉപയോഗിക്കുന്ന കിച്ചൺ ഐറ്റംസ്, പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ, കളിപ്പാട്ടങ്ങൾ. ഇത്തരം സാധാരണ ഉൽപ്പന്നങ്ങൾക്കാണ് അവിടെ ഹൈ ഡിമാൻഡ് ഉള്ളത്. ഇതാണ് നിങ്ങളുടെ ബിസിനസ് വേഗത്തിൽ ക്ലിക്കാകാൻ സഹായിക്കുന്നത്. എന്താണ് വിൽക്കേണ്ടത് എന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ഒരു സെല്ലർ അക്കൗണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളായ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെ ഇത് ചെയ്യാം. ആദ്യം മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബിക്കം എ സെല്ലർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായി നിങ്ങളുടെ GST അല്ലെങ്കിൽ UIN നമ്പർ, പ്രൊഡക്റ്റ് പിക്കപ്പ് ചെയ്യേണ്ട അഡ്രസ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് കിട്ടും. ഒരു മിനിറ്റ്, ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, എന്റെ കയ്യിൽ GST നമ്പറില്ലല്ലോ, അപ്പോൾ എനിക്ക് ബിസിനസ് തുടങ്ങാൻ കഴിയില്ലേ എന്ന്. ഇന്ത്യൻ ഇ-കൊമേഴ്സിലെ ഏറ്റവും വലിയൊരു കടമ്പയാണിത്. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. ഒട്ടും വിഷമിക്കണ്ട, അതിനൊരു കിടിലൻ സൊല്യൂഷനുണ്ട്. അതാണ് നമ്മുടെ ഈ അടുത്ത ഭാഗം. കർശനമായ GST നിബന്ധനകളെ വളരെ എളുപ്പത്തിൽ മറികടക്കാനുള്ള ആ പവർഫുള്ളായ സീക്രട്ട് വെപ്പൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് GST ഇല്ലാത്ത രജിസ്ട്രേഷൻ. ഇവിടെയാണ് UIN അഥവാ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറിന്റെ റോള് വരുന്നത്. സങ്കീർണമായ ടാക്സ് പേപ്പർ വർക്കുകളൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ സ്വന്തം സംസ്ഥാനത്തിനുള്ളിൽ തികച്ചും നിയമപരമായി ഓൺലൈനിൽ സാധനങ്ങൾ വിൽക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ സംവിധാനമാണിത്. GST പോർട്ടൽ വഴി തന്നെ നിങ്ങൾക്ക് ഈ നമ്പർ സ്വന്തമാക്കാൻ പറ്റും. പുതിയതായി ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. ഈ UIN കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലട്ടോ. GST പോർട്ടലിൽ കയറി അൺരജിസ്റ്റേർഡ് സപ്ലയർമാർക്കുള്ള എൻറോൾമെന്റ് എടുക്കുക. അവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, ഇമെയിൽ ID, ഫോൺ നമ്പർ, നിങ്ങളുടെ സംസ്ഥാനം എന്നിവ കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡ്രസ്സും പാൻ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. തെറ്റുകൾ വരാതിരിക്കാൻ അത് നിർബന്ധമാണ്. ഇതിൽ HSN നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ബ്ലാങ്ക് ആയിട്ട് വിട്ടേക്കാം. ഫൈനലി OTP വെച്ച് വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് UIN നമ്പർ കിട്ടും. സിമ്പിൾ. ശരി, ഇനി അവസാനമായി നമുക്ക് പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ഈ UIN രീതി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളും അതിൻ്റേതായ പരിമിതികളുമുണ്ട്.
അതുകൂടിയൊന്ന് നോക്കാം. ഈ UIN ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് പരമാവധി 40 ലക്ഷം രൂപയുടെ സെയിൽസ് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റൂ. 2, നിങ്ങളുടെ സ്വന്തം സംസ്ഥാനത്തിനുള്ളിൽ മാത്രമേ പ്രൊഡക്ട്സ് വിൽക്കാൻ സാധിക്കൂ, പുറത്തേക്ക് വിൽക്കാൻ കഴിയില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊരു അക്കൗണ്ടന്റിനെ വെക്കുകയോ തലവേദന പിടിച്ച ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യുകയോ വേണ്ട. തുടക്കക്കാർക്ക് ഈയൊരു ടെൻഷൻ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുക എന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പ നോക്കൂ, നമ്മൾ തുടങ്ങാൻ പോകുന്നത് 14 കോടിയിലധികം കസ്റ്റമേഴ്സുള്ള, കമ്മീഷൻ ഒട്ടും കൊടുക്കേണ്ടാത്ത ഒരു ബിസിനസിനെക്കുറിച്ചാണ്. എല്ലാം വളരെ വ്യക്തമാണല്ലോ. അപ്പൊ ഇനി ഒട്ടും വൈകിക്കേണ്ട. ഈ വലിയൊരു അവസരം മുന്നിലുണ്ടാവുമ്പോൾ നിങ്ങളുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നിങ്ങൾ ആദ്യം എത്തിക്കാൻ പോകുന്ന ആ പ്രോഡക്റ്റ് എന്തായിരിക്കും? ചിന്തിച്ചു തുടങ്ങിക്കോളൂ.